ഒരു സാറ്റർഡേ വ്ളോഗ് ആയാലോ? ഇന്നിവിടെ രക്ഷാബന്ധനാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്, ബ്രഷൊക്കെ ചെയ്ത് രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിരുന്നു. രക്ഷാബന്ധനൊക്കെ ആണല്ലോ, രാവിലത്തെ കുളി സ്ഥിരമല്ലെങ്കിലും ഇന്ന് കുളിച്ച് വൃത്തിയാവാന്നൊക്കെ വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതും കൊണ്ട് ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോവാണ്. അപ്പോൾ ലാപ്പും സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. എൻ്റെ നാട്ടിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്കാണ് പോണത്. ഇത് ഞങ്ങളുടെ പുറത്തെ ഒരു ബാൽക്കണിയിലെ വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ 15th ഫ്ലോറിലാണ്, അവർ 3rd ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ലിഫ്റ്റൊക്കെ കയറി താഴത്തേക്ക് പോവാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം അവിടെ ഒന്നും ആരുമില്ല, അപ്പം നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഗോണിംഗ് ബെല്ലൊക്കെ അടിച്ച് കുറച്ച് നേരം വാതിൽക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാളിപ്പോൾ കഥ തുറന്നും വരും ഗൈസ്. ഇതാണ് ഏഞ്ചലും. അവളാണ് ഇവിടുത്തെ മെയിൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരാളും കൂടി ഉണ്ട്, ദിത്യ കേസ്. അവൾ ഭയങ്കര കുക്കാണെന്നാണ് വിചാരം. അരിയാണ് വെക്കുന്നത് ഗൈസ്. ഇവിടെ കുക്കറിലൊക്കെ ഞങ്ങൾ ചോറ് വയ്ക്കുക. ഇത് മെട്രോ, ഞങ്ങളുടെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് മെട്രോ ഒക്കെ കാണാം. പിന്നെ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് കയറാൻ ടൈം ആയതുകൊണ്ടും ഡ്യൂട്ടി ചെയ്യാൻ കയറിയേക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ വെയർ ചെയ്തിരിക്കാം. മേക്കപ്പ് ഒന്നും ചെയ്താലും ആരും കാണാനൊന്നും പോണില്ല. അപ്പോൾ എനിക്കിന്ന് ഹാഫ് ഡേ ആണ്, അപ്പോൾ ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഞാൻ ലെമൺ ടീ ഉണ്ടാക്കി. എൻ്റെ കൂട്ടുകാരി നേരത്തെ പറഞ്ഞ ഏഞ്ചലു, അവളാണ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നത്. അവൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഭയങ്കര സൂപ്പറായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ എന്താ പുറത്തേക്കൂടെ ഇറങ്ങി, ഞങ്ങൾ 2 പേരുടെയും പുറത്തേക്കൂടെ നടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ കുറച്ച് പേർത്തേരം നടന്ന് വെറുതെ വായ നോക്കി കുറച്ച് വായൊക്കെ കൊള്ളാം, ശുദ്ധവായൊക്കെ ശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് നടന്നത്. പക്ഷേ ഇവിടുത്തെ അത്ര നല്ല ശുദ്ധവായുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടൊക്കെ എടുത്ത് നമ്മൾ കയറി വന്നു. വൈകിട്ട് ഇനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിട്ടുണ്ട് മുകളിലേക്ക് കയറി വന്നത്. ഞങ്ങൾ മോമോസ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മളിവിടെ വന്നിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് പരീക്ഷിച്ച് എങ്ങനെയുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതാ മോമോസ് വന്ന സ്ഥലത്തിന് ഭയങ്കര ചൂടാണ്, വായിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ആദ്യത്തെ ബൈറ്റ് എടുത്ത് തന്നെ സംഭവം എനിക്കിഷ്ടമായി, സംഭവം കൊള്ളാം ഗൈസ്. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.